അഞ്ചാമത്തെ പ്രവർത്തനമായി നൽകിയിരിക്കുന്നത് ഒരു പൂവ് നിർമ്മാണമാണ്. പൂവ് നിർമ്മിക്കാൻ പെൻസിൽ ടൂൾ ഉപയോഗിച്ച് മുകളിലും താഴെയുമായി ക്ലിക്ക് ചെയ്ത് ഒരു വര തയ്യാറാക്കുക. എഡിറ്റ്, ക്ലോൺ, ക്രിയേറ്റ് ടൈൽഡ് ക്ലോൺ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന ജാലകത്തിലെ സിമെട്രി ടാബിലെ സിമ്പിൾ ട്രാൻസ്ലേഷൻ എന്നത് മാറ്റി PM റിഫ്ലക്ഷൻ ആക്കുക. താഴെ റോസ് കോളംസ് ടാബിൽ 2x2 എന്നത് 1x2 ആക്കി ക്രിയേറ്റ് ബട്ടണിൽ അമർത്തുക. ടാബ് ക്ലോസ് ചെയ്യാം. എഡിറ്റ്, ക്ലോൺ, സെലക്ട് ഒറിജിനൽ ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് ഒറിജിനൽ ക്ലോൺ നമുക്ക് സെലക്ട് ചെയ്യാം. എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ ഉപയോഗിച്ച് ഇപ്പോഴുള്ള വരയിൽ ക്ലിക്ക് ചെയ്ത് ഒരു പൂവിന്റെ ഇതൾ പോലെ വളയ്ക്കുക. ഇപ്പോൾ നമ്മൾ എത്രയാണോ വലത്തേക്ക് വളയ്ക്കുന്നത് അതേപോലൊരു ഇതൾ ഇടതുവശത്തും വന്നിരിക്കുന്നത് നമുക്ക് കാണാം. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഒബ്ജക്റ്റിനെ പൂർണ്ണമായും സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ്, ക്ലോൺ, അൺലിങ്ക് ക്ലോൺ ക്ലിക്ക് ചെയ്യുക. ആ ക്ലോണിന്റെ സാധ്യതകൾ ഇനി ഒബ്ജക്റ്റിൽ നമുക്ക് ആവശ്യമില്ല. കളർ പാലറ്റിൽ നിന്ന് ഒരു നിറം നൽകാം. ഇപ്പോ 3 ഒബ്ജക്റ്റുകൾ നമുക്ക് അതിൽ വന്നിട്ടുണ്ട്. പാത്ത് യൂണിയൻ ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒബ്ജക്റ്റുകളെ ചേർത്ത് ഒറ്റ ഒബ്ജക്റ്റ് ആക്കി മാറ്റാം. ഒബ്ജക്റ്റിനെ, ആ പൂവിതളിനെ ക്രമീകരിക്കുക. എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ ഒരു പകർപ്പെടുക്കുക. മൗസ് ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ ടൂള് റൊട്ടേറ്റ് ടൂളായി മാറുന്നു. ഒരു മൂലയിൽ കൊണ്ടുചെന്ന് റൊട്ടേറ്റ് ചെയ്യുക. ആ റൊട്ടേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ താഴേക്ക് നീക്കി വെച്ച് 2 ഇതളുകളാക്കി ക്രമീകരിക്കാം. ഈ 2 ഒബ്ജക്റ്റുകളെയും ഒരുമിച്ച് സെലക്ട് ചെയ്ത് പാത്ത് യൂണിയൻ വഴി ഒറ്റ ഒബ്ജക്റ്റ് ആക്കി മാറ്റുക. ഇപ്പോൾ 2 ഇതളുകൾ ചേർന്ന ഒറ്റ ഒബ്ജക്റ്റ് ആണ്. അതിന്റെയും പകർപ്പെടുക്കുക. എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ പകർപ്പെടുത്ത ശേഷം മൗസ് ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്രകാരം എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ ഈ ഇതളുകളുടെ നമുക്ക് ആവശ്യമുള്ള പകർപ്പുകൾ തയ്യാറാക്കുക. റൊട്ടേറ്റ് ടൂളിന്റെ സാധ്യത ഉപയോഗിച്ച് അവയെ റൊട്ടേറ്റ് ചെയ്ത് ക്രമീകരിക്കുകയും ചെയ്യാം. മധ്യത്ത് സർക്കിൾ ടൂൾ ഉപയോഗിച്ചൊരു വൃത്തം കൂടി വരയ്ക്കുക. മറ്റൊരു നിറത്തിലൊരു വൃത്തം കൂടി വരയ്ക്കുമ്പോൾ പൂവ് നിർമ്മാണം നമുക്ക് പൂർത്തിയാക്കാം. ഈ ഒബ്ജക്റ്റുകളെ ചേർത്തുകൊണ്ട് ഇപ്പോ നമുക്ക് പരിശോധിച്ചാൽ ഈ ഇതളുകളും മധ്യത്തുള്ള വൃത്തവും ഒക്കെ ഓരോരോ ഒബ്ജക്റ്റുകളാണ്. എല്ലാ ഒബ്ജക്റ്റുകളെയും ചേർത്ത് ഒറ്റ ഗ്രൂപ്പാക്കി നിർത്താൻ ചിത്രത്തെ സെലക്ട് ചെയ്ത ശേഷം ഒബ്ജക്റ്റ് മെനുവിൽ നിന്നും ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോ ആ ഒബ്ജക്റ്റുകളെല്ലാം ചേർന്ന് ഒരു കൂട്ടമായി നിൽക്കുന്നത് കാണാം. ഡ്യൂപ്ലിക്കേറ്റ്, എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ പകർപ്പുകൾ എടുത്ത് ഈ ചിത്രത്തിന്റെ എത്ര പകർപ്പുകളും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഈ ചിത്രത്തെ ഒരു റാസ്റ്റർ ചിത്രമായി സേവ് ചെയ്യാനായി ചിത്രത്തിനെ സെലക്ട് ചെയ്ത ശേഷം ഫയൽ മെനുവിൽ നിന്നും എക്സ്പോർട്ട് ബിറ്റ് മാപ്പ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യും. അതിലെ ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ഫോർ അതർ ഫോൾഡേഴ്സ്, ഫയലിന്റെ പേര് നൽകുക, സേവ് ചെയ്യേണ്ടുന്ന സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കുക. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചിത്രം PNG ഫോർമാറ്റിൽ ഒരു റാസ്റ്റർ ഫയലായി സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. എക്സ്പോർട്ട് ജാലകം ക്ലോസ് ചെയ്യുക.